സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ നിഖില മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദൂരമല്ലാത്ത അടുത്തുള്ള റമദാനിലേക്ക് പ്രവേശിക്കുവാനും ആ റമദാനിലെ പ്രതിഫലങ്ങൾ അത്രയും കരസ്ഥമാക്കി റമദാൻ പൂർത്തീകരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ നമ്മളൊക്കെ പലപ്പോഴും കേട്ടു പരിചരിച്ചിട്ടുള്ള, നിരന്തരം കേൾക്കാറുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ ഒരു വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. അഥവാ നാളെ ആഖിറത്തിൽ പാരത്രിക ലോകത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ അമലുസ് സാലിഹാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം, അവഗണിച്ച് കളയരുത്. കാരണം നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന നന്മകളുടെ അടിസ്ഥാനത്തിലാണ് നാളെ വിജയപരാജയത്തിന്റെ ദിവസത്തിൽ നമ്മൾ വിജയികളുടെ ഒരു കൂട്ടത്തിലാണോ അതോ പരാജിതരുടെ പിന്നോക്കം പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് നന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഒരുപാട് നമ്മൾ നമസ്കാരങ്ങൾ, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, അങ്ങനെ ഒരുപാട് നന്മകൾക്കുള്ള അവസരങ്ങൾ ദുനിയാവിലുണ്ട്. എന്നിട്ട് അവസാനം നമ്മളൊക്കെ ശാശ്വതമായ ഉറപ്പായ ഒരു കാര്യമുണ്ട്, മരണമെന്ന്. ആ മരണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 വചനത്തിൽ ആ സമയത്തുള്ള ഒരു അവസ്ഥയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം മരണത്തിന്റെ സമയമെത്തിയപ്പോ, മരണത്തിന്റെ സമയം ഒരു മനുഷ്യന്റെ അടുക്കൽ എത്തിയപ്പോ ഓൻ പറയുകയാണ്, റബ്ബേ, എന്നെ നീ ഒന്ന് മടക്കി വെച്ചേ, എന്നെ ദുനിയാവിലേക്ക് എനിക്കൊരു അവസരം കൊടുത്താ, എനിക്കൊരു 60 വർഷം കൊടുത്താ, വേണ്ട 1 വർഷം കൂടി അല്ലാ എനിക്ക് നീ ദുനിയാവിൽ ഒരു അവസരം തരി എന്ന് മരണവെപ്രാളത്തിന്റെ സമയത്ത് മനുഷ്യൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടും. എന്നിട്ട് അവൻ പറയുന്ന, അതിനുള്ള അവന്റെ ആവശ്യപ്പെടുന്ന കാരണം എന്താണ്? ഞാൻ സ്വാലിഹായ ഈമാനുള്ള സൽപ്രവർത്തികൾ ചെയ്തു കൊള്ളാം. എങ്ങനെയുള്ള ഈമാനുള്ള പ്രവർത്തനങ്ങൾ? ഫീമാ തറക്തു. നാം അടിവരയിടേണ്ട ഒരു വചനമാണ്. റബ്ബിർജിഊൻ, റബ്ബേ എന്നൊന്ന് മടക്കി തരിയെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ആവശ്യത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല സദസ്സുകളിൽ നിന്ന് നമ്മൾ കേട്ടവരാണ്. എന്നാൽ ഈ ആയത്തിൽ നമ്മൾ അടിവരയിടേണ്ട ഒരു വചനമാണ് ഫീമാ തറക്തു. ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള, ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അമലുസ് സാലിഹാത്തുകൾ, ഞാൻ ഈ ദുനിയാവിൽ എനിക്ക് നമസ്കരിക്കുവാൻ അവസരം ലഭിച്ചപ്പോ ഞാൻ നമസ്കരിക്കാതിരുന്ന നമസ്കാരം നമസ്കരിക്കാം. എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ
ഞാൻ രാത്രി ഞെട്ടി എണീറ്റപ്പോ നമസ്കരിക്കാതെ ഞാൻ തിരിച്ചു കിടന്നുറങ്ങിയതിന് പകരം ഞാൻ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് അള്ളാഹു മാത്രമുള്ള അള്ളാഹു ആകാശലോകത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ നിന്നോട് നമസ്കരിച്ച് നിന്നോട് പ്രാർത്ഥിക്കാം. നിന്റെ റമദാനിൽ ഞാൻ എന്റെ ജീവിത കാലഘട്ടത്തിൽ അത്രയും നോമ്പെടുക്കാത്ത ആ റമദാനുകളുണ്ടല്ലോ, അതുപോലെ ഒരു റമദാൻ എനിക്കൊരിക്കൽ കൂടി ചെയ്യുകയാണ് എങ്കിൽ ഞാൻ നോമ്പെടുത്തുകൊള്ളാം. ഞാൻ വിധവകളെയും അനാഥരെയും സംരക്ഷിച്ചു കൊള്ളാം. ഞാൻ എൻ്റെ വാപ്പയോടും എൻ്റെ ഉമ്മയോടും നല്ല രീതിയിൽ പെരുമാറിക്കൊള്ളാം എന്നിങ്ങനെ വേണ്ടുന്ന എല്ലാ സൽപ്രവൃത്തികളും ഞാൻ ചെയ്തു കൊള്ളാം എന്ന് മരണത്തിന്റെ ആ വേളയിൽ ഓരോ മനുഷ്യരും ഖേദിക്കുന്നൊരു നിമിഷം. ഒരുപക്ഷെ നമുക്കൊക്കെ ഖേദത്തിന് കാരണം ഈ തറക്കാണ്, നമ്മൾ ഉപേക്ഷിച്ചതാണ്. നമ്മുടെ മുമ്പിൽ എത്ര അവസരങ്ങൾ വന്നു, എത്ര ആളുകൾ ദയനീയ അവസ്ഥ നമ്മൾ കണ്ടു. രോഗശയ്യയിൽ കിടക്കുന്ന, നേരാവണ്ണം നടക്കുവാൻ സാധിക്കാത്ത, എല്ലാ ഇന്ന് തണലുകളിലും മറ്റുമൊക്കെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ. അള്ളാഹു പറഞ്ഞത്, രോഗികളുടെ അടുക്കൽ ഞാൻ ഉണ്ടാകും, നിങ്ങൾ എന്നെ സന്ദർശിക്കുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് നമ്മൾ കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള രോഗി സന്ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടോ? സമ്പത്തിന്റെ പിന്നാലെ ഓടുന്ന തിരക്കിലല്ലേ നമ്മൾ? അങ്ങനെയെങ്കിൽ നാളെ മരണപ്പെടുന്ന ആ സാഹചര്യത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. നമ്മുടെ അവസ്ഥ എന്താണ്? പലപ്പോഴും ഈ ഫീമാ തറക്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥമൊക്കെ ഒന്ന് വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തോന്നും, ഇതൊക്കെ കാഫിറുകളെ കുറിച്ച് പറഞ്ഞതാണ്. അള്ളാഹുവിനെ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊന്നും സ്വീകരിക്കാത്ത, നമസ്കരിക്കാത്ത, സ്വതക്ക കൊടുക്കാത്ത, സിക്കാത്ത് നൽകാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞതാണെന്ന്. എന്നാൽ മഹാനായ മുഫസ്സിറുകളായ ഇബ്നു കസീർ മുതൽ സഅദി വരെയുള്ള എല്ലാ മുഫസ്സിറുകളും ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. യുഖ്ബിറു തആല അൻ ഹാലിൽ മുഹ്തദരി ഇൻദൽ മൗത്ത് മിനൽ കാഫിരീന ഔ മിനൽ മുഫ്രിതീൻ. കാഫിറുകളും മുഫ്രിത്തുകളുമാണ്, അഥവാ അവഗണിച്ച ആളുകളുമാണ്. നമസ്കാരത്തിന്റെ ജമാഅത്ത് പള്ളിയിൽ നമുക്ക് കിടക്കുമ്പോൾ പള്ളിയുടെ അടുത്തുകൂടെ ബൈക്ക് കൊണ്ട് പോയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്. പള്ളിയിൽ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ആ പള്ളിയിലേക്കൊന്നും കയറിപ്പോയിട്ടില്ല. അത്തരത്തിൽ ജമാഅത്തിനെ അവഗണിച്ച, മറ്റ് സൽപ്രവർത്തനങ്ങളെ അവഗണിച്ച ആളുകളുടെ അവസ്ഥയാണ്. ചില ഉദാഹരണങ്ങൾ സൂറത്ത് മുനാഫിഖൂനിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന വചനത്തിൽ അള്ളാഹു പറയുന്ന ഒരു രണ്ട് ഉദാഹരണങ്ങൾ പറയാം. സൂറത്ത് മുനാഫിഖൂൻ 9, 10, 11 വചനങ്ങളുള്ളതാ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തുൽഹികും, നിങ്ങൾ അശ്രദ്ധരായി, നിങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കുക, നിങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. എന്ത്? അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയാതിരിക്കട്ടെ. അൻദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന്. ഇവിടെ ഇരിക്കുന്ന ഈ കൂട്ടത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, എല്ലാം ഈ നാട്ടിൽ തന്നെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാം സ്വാഭാവികമായി കൈത്തൊലി ചെയ്യുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടാകും. നമ്മളൊക്കെ പെടാപ്പാട് കെടുകയാണ് സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിന് വേണ്ടി. എന്തിനാണ്? മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകണം, അവരെ ഉന്നതമായ ജോലികളിൽ എത്തിക്കണം, നല്ല സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടി വിദ്യാഭ്യാസ ലോൺ എടുക്കുവാനോ, അവർക്ക് വേണ്ടി നല്ല വീടുകൾ ഒരുക്കുന്നതിന് വേണ്ടി വീടിന്റെ എന്തും പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാനോ യാതൊരു മടിയുമില്ല ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക്. എന്നാൽ വിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു പറയുന്നത്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, കച്ചവടത്തെ നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്നു, എന്നാൽ പലിശയെ നിങ്ങൾക്ക് പരിപൂർണമായി നിരോധിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലൂടെ പറഞ്ഞാണ്. ഇന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് പലിശയുമായി ബന്ധപ്പെടാതിരിക്കുന്ന ആളുകളുടെ അവസ്ഥ. പലിശയുമായി ബന്ധപ്പെടുന്നവരുടെ അല്ല, ബന്ധപ്പെടാതിരിക്കുന്നവരുടെ അവസ്ഥ. ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് ചോദിച്ചാൽ മതി,
എനിക്ക് ബാങ്കിൽ വല്ല ലോണുണ്ടോ, കാർ ലോണുണ്ടോ, അല്ലെങ്കിൽ വീടിന്റെ പേരിൽ വല്ല ലോണുണ്ടോ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വല്ല എഡ്യൂക്കേഷണൽ ലോണുകളുണ്ടോ? അച്ചരത്തില് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ കുറിച്ച്, അവനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോവുകയാണ് എങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അക്കൂട്ടനാണ് നഷ്ടക്കാർ. അച്ചരത്തിൽ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരാണ് നഷ്ടക്കാർ. അടുത്ത വചനത്തിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന്, അഥവാ ഞാൻ നൽകിയ സമ്പത്തിൽ നിന്ന്, അഥവാ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ അധ്വാനിച്ച സമ്പത്തിൽ നിന്നല്ല, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വന്നെത്തുന്നതിന് മുമ്പ്. ഇന്ന് പള്ളിയുടെ ഒരു പിരിവുമായി പള്ളി സെക്രട്ടറിയോ അതിന്റെ പ്രവർത്തകരോ വരുമ്പോ കീശയിലേക്ക് ഒരു കൈയിടലാണ്. 500-ന്റെ ഒരുപാട് കെട്ടുകൾ എടുത്ത് അതിൽ നിന്ന് മറിച്ച് ഒരു 100-ന്റെ നോട്ട് ബക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു 200-ന്റെ നോട്ട്, അല്ലെങ്കിൽ ഒരു 10-ന്റെ നോട്ട്, കഴിഞ്ഞ സ്വതക്ക പൂർത്തിയായി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ അടുക്കൽ ഒന്നുമില്ലാതിരുന്നിട്ടും തബൂക്ക് യുദ്ധവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ അടുക്കലുള്ള ഒരു കാരക്കച്ചുകള് ഇസ്ലാമിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, എന്താണ് ബാക്കിയുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവർ പറയും, അല്ലാഹു വറസൂലുഹു ബാക്കി, അല്ലാഹു അവന്റെ റസൂലുമാണ് ബാക്കിയുള്ളത്. അങ്ങനെ തന്റെ സമ്പത്തിൽ നിന്ന് എന്താണോ ഉള്ളത് അതൊക്കെ സ്വതക്ക ചെയ്യുവാൻ, ഇസ്ലാമിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുവാൻ അവർ തയ്യാറായിരുന്നു. നമ്മുടെ കൈകളിലൊക്കെ ഇഷ്ടം പോലെ സമ്പത്തുകളുണ്ട്. പക്ഷെ നമ്മൾക്ക് ഭയപ്പാടാണ്, 10ഉം 20ഉം കൊടുക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ 500 രൂപ കൊടുക്കുമ്പോഴേക്ക് ഇല്ലാതായി പോകുമോ എന്നുള്ള ഭയപ്പാടാണ്. പക്ഷേ നമ്മൾ ഖേദിക്കുന്ന ഒരു അവസരമുണ്ട്. നമുക്ക് പള്ളിയുടെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുവാൻ സാധിച്ച അവസരത്തിൽ അത് കൊടുക്കാതിരുന്നിട്ട് അവസാനം ഖേദിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, റബ്ബേ, എനിക്ക് അടുത്തൊരു ദിവസം വരേക്കും ഇനി എനിക്ക് അവധി നീട്ടി തന്നിരുന്നെങ്കിൽ ഞാൻ സ്വതക്ക നൽകാം, ഞാൻ ദാനം ചെയ്യാം, ഞാൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യാം എന്ന് പറയുമ്പോ അള്ളാഹു കൊടുക്കുന്ന മറുപടി, ഒരു ആത്മാവിന്റെ സമയം, ഒരു മനുഷ്യന്റെ അവധി അതെത്തിയാൽ ഒരു നിമിഷം പോലും അള്ളാഹു അധികരിപ്പിച്ചു നൽകുകയില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കൃത്യമായി അള്ളാഹു അറിവുള്ളവനാണ്. നിങ്ങൾക്ക് സമയം നീട്ടി തന്നാൽ നിങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, നാം ചെയ്യുമോ എന്നതിനെ കുറിച്ച് അള്ളാഹു കൃത്യമായി ധാരണയുള്ളവനാണ്. നമ്മുടെ ഈ പള്ളിക്ക് സ്വതക്ക നൽകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇല്ല എന്നല്ല, എന്തിനേറെ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ കാർപ്പറ്റ് പോലും ഇവിടെയുള്ള പ്രായാധിക്യം ചെന്ന ഈ പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് സ്വതക്ക നൽകിയതാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ വജ്ഹാണ്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം നൽകുന്ന സ്വതക്കകൾക്ക് അത്രയും തക്കതായ പ്രതിഫലം നൽകി നാളെ ആഖിറത്തിൽ ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ചെലവഴിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ആലി ഇംറാനിലൂടെ മറ്റൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം ഉണ്ടാകട്ടെ. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മ കൊണ്ട് തിന്മയെ വിരോധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ഒരുപാട് അബദ്ധങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ കണ്ടേക്കാം. ചിലപ്പോൾ നമുക്ക് അതിനെ തടുക്കുവാൻ സാധിച്ചേക്കില്ല.
നമുക്ക് അവരെ ഉപദേശിക്കുവാൻ സാധിച്ചേക്കണമെന്നില്ല. ഈ ഖുർആൻ പറഞ്ഞതുപോലെ യഅ്മുറൂന ബിൽ മഅറൂഫും വയൻഹൗന അനിൽ മുൻകറും നമ്മുടെ സ്വഭാവം കൊണ്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കണമെന്നില്ല. എന്നാൽ നമുക്ക് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു തെറ്റ്, ഒരു തിന്മ കാണുമ്പോൾ അവന്റെ കൈകൾ കൊണ്ട് തടയട്ടെ. അല്ല, കൈകൾ കൊണ്ട് തടയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ നാവ് കൊണ്ട് തടയട്ടെ. ഇനി അവൻ അതിനും സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ കൽബ് കൊണ്ട് അതിനെ വെറുക്കുകയും ചെയ്യട്ടെ. അദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ചെറിയ കണികയാണത്. തെറ്റുകൾ കാണുമ്പോൾ അതിനോടൊന്ന് മുഖം തിരിഞ്ഞു നിൽക്കുവാനെങ്കിൽ നമുക്ക് സാധിക്കണം. മുഖം തിരിഞ്ഞു നിൽക്കുന്നതോടൊപ്പം ഇത്തരത്തിൽ നന്മകൾ പ്രചരിപ്പിക്കുകയും അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഘടനകളും ഒരുപാട് ആളുകളും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അത്തരത്തിലുള്ള സംരംഭങ്ങളിൽ സഹായികളായി ഒന്ന് ചേരെടുത്തിട്ട് കൊടുക്കാൻ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ, എല്ലാം അതിന് വന്നിരുന്ന് കേൾക്കുവാനെങ്കിലുമുള്ള ഒരു സന്നദ്ധത നമ്മൾക്ക് ഉണ്ടാകണം. അങ്ങനെയാകുമ്പോ വിശുദ്ധ ഖുർആൻ ആൽ ഇംറാനിൽ പറഞ്ഞ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് കൂടെ ഉൾപ്പെടാൻ പറ്റും. നമുക്ക് നാവ് കൊണ്ടോ കൈ കൊണ്ടോ തടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ സാമ്പത്തികപരമായ സഹായം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈകൾ, നമ്മുടെ ആരോഗ്യം കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കതിൽ ഉൾപ്പെട്ടേക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനാഴ്ച അസറിന് ശേഷം അഹ്ല റമദാൻ ക്ലാസ് നടക്കുകയാണ്. നമുക്ക് റമദാനിൽ എന്തൊക്കെയാണ് ചെയ്യുവാനുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് അതിനുള്ള പ്രതിഫലം എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു എൽമിന്റെ സദസ്സ് നടക്കുകയാണ്. നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരണം. ഇനി നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ വീട്ടുകാരോടും നിങ്ങളുടെ കുടുംബക്കാരോടും നിങ്ങളുടെ അയൽവാസികളോടും നിങ്ങൾ അതിന്റെ വാർത്ത എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ, മനസ്സിലാക്കി റമദാനിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് കൂടി കൈപ്പറ്റുവാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ചതായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് മരണത്തിന്റെ വേളയിൽ നമ്മൾ വെപ്രാളപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഒരാത്മാവിനും അതിന്റെ സമയം എത്തിയാൽ അള്ളാഹു സമയം നീട്ടിത്തരുകയില്ല എന്നുള്ളത് കൃത്യമാണ്. അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവില് നമ്മൾ പറഞ്ഞ ഒഴിവ് കഴിവുകൾ എത്രയും, നമ്മൾ പറഞ്ഞു മാറുന്ന ഒഴിവ് കഴിവുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര ഒഴിവുകളാണ് പള്ളിയിലേക്ക് വരാതിരിക്കുവാൻ? എന്തൊക്കെ കാരണങ്ങളാണ് ജമാഅത്തിൽ വരാതിരിക്കാൻ? ജുമാക്ക് പങ്കെടുക്കാതിരിക്കാൻ എന്തൊക്കെ കാരണമാണ്? സുബഹയുടെ നേരത്ത് പള്ളിയിലേക്ക് വരാതിരിക്കാൻ നമുക്ക് പല പല കാരണങ്ങളാണ്. എന്നാൽ നാളെ ആഖിറത്തിൽ ഒരു സന്ദർഭമുണ്ട്. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുകയാണ്, ഓരോ ആളുകളുടെയും അടുക്കൽ അവരുടെ ഗ്രന്ഥം അല്ലാഹു അങ്ങനെ വെച്ചു കൊടുക്കും. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ, അപ്പോ മുജ്രിമീങ്ങളുടെ, പാപം ചെയ്തവരുടെ, കുറ്റവാളികളെ ഭയവിഹ്വലരായി, ഭയചകിതരായി നിനക്ക് കാണുവാൻ സാധിക്കും. എന്തേ? അവര് പറയും, യാ വൈലതന മാ ലിഹാദൽ കിതാബ്, ഞങ്ങളുടെ നാശം, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതോ വലുതോ ആയ യാതൊന്നും തന്നെ ഇതിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ എൻ്റെ ജമാഅത്തുകളെ കുറിച്ച്, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ എൻ്റെ സ്വതക്കകളെ കുറിച്ച്, എൻ്റെ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ഒക്കെ ഇതിലുണ്ടല്ലോ. റബ്ബേ, എന്തൊരു ഗ്രന്ഥമാണെന്ന് വിലപിക്കുന്നൊരവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. അതിനു മുമ്പായി നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുക, നമ്മുടെ അവസരങ്ങളെ മാക്സിമം ഉപയോഗിക്കുക. കാരണം പിന്നീട് ഒരവസരം, ഇന്ന് എക്സാമുകൾക്ക് നമ്മൾ പൊട്ടിയാൽ അല്ലെങ്കിൽ തോറ്റാൽ സപ്ലി എഴുതുവാനുള്ള ഒരവസരം നമ്മൾക്കുണ്ട്. അതുപോലെ നാളെ അവന്റെ കോടതിയിൽ ആ പരീക്ഷയിൽ നമ്മൾ തോറ്റാൽ വീണ്ടും ഒന്നുകൂടെ ജീവിച്ച് സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരം നമ്മൾക്ക് ലഭിക്കുകയില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നാം അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുക. ഇതുവരെ നാം പറഞ്ഞു വന്നത് നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഇതിന്നിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ള കാരണം വിദൂരമല്ലാത്ത ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന റമദാനിനെ കാത്തിരിക്കുന്നവരാണ്. നമുക്കറിയാം, റമദാൻ എന്നാൽ വിശാലമായ അവസരങ്ങളുടെ ഒരു പൂന്തോട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, റമദാനായാൽ നരകത്തിന്റെ വാതിലുകൾ അത്രയും കൊട്ടിയടക്കും, ഇബ്ലീസിനെ അള്ളാഹു ചങ്ങലക്കിടും. അഥവാ തെറ്റുകൾക്കുള്ള എല്ലാ അവസരങ്ങളെയും അള്ളാഹു പൂട്ടിയിട്ട് നന്മകൾക്കുള്ള വിശാലമായ അവസരം നമ്മുടെ മുമ്പിലേക്ക് തുറക്കുവാൻ കൈവിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ നമ്മൾക്ക് ബാക്കിയുള്ളൂ. ആ റമദാനിനെ വരവേൽക്കുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് റമദാനുകൾ കടന്നുപോയി, അതിലൊക്കെ ഞാൻ 30 ദിവസവും നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷേ ആ റമദാൻ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ചൈതന്യങ്ങളൊന്നും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്താ അതിന് കാരണം? അതിന് കാരണം നമ്മൾ റമദാനിന് മുന്നോടിയായി നമ്മൾ റമദാനിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം മുന്നേ അതിനു വേണ്ടി ഒരുങ്ങാൻ തുടങ്ങും? വീട് പെയിന്റ് അടിച്ചും അതിനെന്തൊക്കെ വിഭവങ്ങൾ കൊടുക്കണമെന്ന് ആലോചിച്ചും അതിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ തയ്യാറാക്കിയും അതിനു വേണ്ടി ഗസ്റ്റുകൾക്കുള്ള സൗകര്യം ഒരുക്കിയും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ കല്യാണത്തിന് വേണ്ടി തയ്യാറെടുക്കും. അതുപോലെ നമ്മുടെ റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ? മുൻഗാമികളായ സലഫു സാലിഹ്യങ്ങൾ അവര് റമദാനിന്റെ 6 മാസം മുമ്പ് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, റബ്ബനെ ഞങ്ങൾക്ക് നീ റമദാനിനെ സംജാതമാക്കണേ, ഞങ്ങൾക്ക് റമദാനിലേക്ക് എത്തിച്ചേർക്കണമേ എന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഖുർആൻ പാരായണങ്ങളും മറ്റുമൊക്കെയായി തയ്യാറെടുക്കുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ അത്തരത്തിൽ റമദാനിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സ്വാഭാവികമാണ്. നമുക്കൊക്കെ അറിയാം, പുതിയൊരു ട്രെൻഡാണ്, യുദ്ധമാർക്കിടയിൽ ഒരു ട്രെൻഡാണ്, പുതുവർഷം വരുമ്പോ ജിമ്മിൽ പോയി ചേരുക. ജിമ്മിൽ ചേർന്ന് 1000 രൂപ കൊടുത്ത് ഒരാഴ്ച ജിമ്മില് എക്സസൈസ് ഒക്കെ ചെയ്ത് ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തും, ഞാൻ എൻ്റെ ശരീരം ഇന്നു മുതൽ ആരോഗ്യവാനായിരിക്കും എന്നൊക്കെ തീരുമാനം എടുക്കും. 10 ദിവസം കഴിഞ്ഞാൽ ആ ജിമ്മിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോന്നു, മടി പിടിച്ചു, അവനക്ക് അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം അതിനു മുമ്പ് അവൻ തയ്യാറെടുത്തിട്ടില്ല. ചെറിയ എക്സസൈസുകളൊന്നും അവന്റെ ജീവിതത്തിൽ അവന് പരിചിതമല്ല. അതുപോലെ നമ്മൾ റമദാനിൽ പെടുന്ന ഒരു ദിവസം കുറെ പേജുകൾ 20-30 പേജുകൾ ഖുർആൻ പാരായണവും പട്ടിണി കിടക്കലും രാത്രി സുദീർഘമായി 11 നമസ്കാരവും മറ്റുമൊക്കെ ആകുമ്പോ സ്വാഭാവികമാണ് 10 ദിവസം കൊണ്ട് നമ്മുടെ ആ ഒരു ആവേശം തളരും. പിന്നെ പള്ളിയിൽ നമുക്ക് കാണുവാൻ സാധിക്കാം, അതുവരെ പള്ളിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? അവര് തന്നെ പള്ളിയിലുണ്ട്, അവര് ജമാഅത്തിനുണ്ട്, അവര് തറാവീഹിനുണ്ട്, അവര് സുന്നത്ത് നമസ്കാരങ്ങൾക്കുണ്ട്. കാരണം എന്ത്? അവര് ശഅബാനിലും റജബിലും ഒക്കെ അവര് ദിവസവും 5-10 പേജ് ഖുർആൻ പാരായണം ചെയ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് റമദാനില് 20-30 പേജ് ഖുർആൻ പാരായണം ചെയ്താൽ അവർക്ക് പ്രയാസമില്ല. അവര് റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിലും രാത്രി 3 റക്അത്തെങ്കിലും ചുരുങ്ങിയത് വിത്ർ നമസ്കരിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് രാത്രി 11 റക്അത്ത് നമസ്കാരം സുദീർഘമായി നമസ്കരിക്കുന്നതിന്
അവർക്ക് പ്രയാസമില്ല. അല്ലാതെ പെടുന്നതിന് ഒരാൾ എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും അതിനൊരു പ്രയാസം ഉണ്ടാകും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനൊരു മങ്ങലേൽക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ റജബ് മുതലേ തയ്യാറെടുക്കേണ്ടവരായിരുന്നു. ഇനിയും നമ്മൾ തയ്യാറെടുത്തിട്ടില്ല എങ്കിൽ ഇനിയുള്ള ഈ 7 ദിവസങ്ങളെങ്കിലും ആ റമദാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ആരംഭിക്കണം. കുറച്ചൊക്കെ ഖുർആൻ പാരായണം ചെയ്യുക, ഒരു 1/2 പേജോ 1 പേജോ 2 പേജോ ഇത്രയാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഓതുക. അപ്പൊ നമുക്ക് റമദാനിൽ കുറച്ചുകൂടെ ഖുർആൻ പാരായണം ചെയ്ത് വലിയ പ്രയാസം ഉണ്ടായി. രാത്രിയുള്ള നമസ്കാരങ്ങൾ 2 or 3 റക്അത്ത് ഇപ്പൊ തന്നെ ആരംഭിക്കുക. അപ്പോൾ റമദാൻ തുടങ്ങുമ്പോൾ 11 റക്അത്ത് സുദീർഘിക്കുന്നതിന്റെ പ്രയാസം ഉണ്ടായില്ല. അത്തരത്തില് നമ്മുടെ അവസരം നമുക്ക് ലഭിക്കുവാനുള്ള അതിമഹത്തായ ഈ അവസരത്തെ നമ്മൾ ഉപയോഗിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാള് ശുഹദായി മരണപ്പെട്ടാണ്, ഇസ്ലാമിന്റെ മാർഗത്തിന് യുദ്ധത്തിൽ ഏർപ്പെട്ട് ഷഹീദായ മനുഷ്യനാണ്. അതോടൊപ്പം രണ്ടാമതൊരു മനുഷ്യൻ, അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ശുഹദായിട്ടില്ല. പക്ഷെ 2ാമത്തെ വർഷം അദ്ദേഹം റമദാൻ കഴിഞ്ഞ് രോഗശയ്യയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. പ്രവാചകൻ പറഞ്ഞത് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുക 2ാമത് മരണപ്പെട്ട മനുഷ്യനാണ്. 1ാമത്തെ മനുഷ്യൻ ശുഹദാണ്. എന്നിട്ട് പോലും 2ാമത് രോഗശയ്യയിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യനാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുവാനുള്ള കാരണം അദ്ദേഹത്തിന് ഒരു റമദാനിന് കൂടെയുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ റമദാനിനെ ഉപയോഗിക്കുവാൻ, റമദാനിനെ ലഭിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയിൽ ബുധനാഴ്ച വൈകുന്നേരം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാകുക, നിങ്ങളുടെ കൂട്ടുകാരെയും ആ ഒരു പ്രോഗ്രാമിൽ പങ്കാളികളാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് മനസ്സിലാക്കുവാനും റമദാനിലെ വിശാലമായ പ്രതിഫലം വാരിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനുമുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി, അതുപോലെയുള്ള നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള പള്ളിക്ക് വേണ്ടി ധാരാളം സ്തുതക നൽകുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ സ്വതക്കകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു